കേരളത്തിൽ ജൂൺ 19 വായന ദിനമായി ആചരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? ഉത്തരം PN പണിക്കർ. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നത് ആരുടെ സന്ദേശമായിരുന്നു? ഉത്തരം PN പണിക്കരുടെ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം കുന്തലത. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. ലോക പുസ്തക ദിനമായി അഥവാ വേൾഡ് ബുക്ക് ഡേ ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 23. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ എഴുതിയത് ആരാണ്? ഉത്തരം ഒയ്യാരത്ത് ചന്തുമേനോൻ അഥവാ O ചന്തുമേനോൻ. ബാല്യകാല സഖി, ശബ്ദങ്ങൾ എന്നീ പ്രശസ്തമായ കൃതികൾ രചിച്ചതാര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. PN പണിക്കരുടെ നേതൃത്വത്തിൽ 1945 രൂപം കൊണ്ട കേരളത്തിലെ പ്രശസ്തമായ സംഘടന ഏതാണ്? ഉത്തരം കേരള ഗ്രന്ഥശാല സംഘം. കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി PK ബാലകൃഷ്ണൻ എഴുതിയ പ്രസിദ്ധ കൃതി ഏതാണ്? ഉത്തരം ഇനി ഞാൻ ഉറങ്ങട്ടെ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണെങ്കിൽ മേപ്പത്തൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം VKN അഥവാ വടക്കേ കൂട്ടാല നാരായണൻ നായർ. കുട്ടികളുടെ പ്രിയപ്പെട്ട മാസികയായ ബാലരമ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമ സ്ഥാപനം ഏതാണ്? മലയാള മനോരമ. മലയാള സാഹിത്യത്തിലെ കാൽപ്പനികതയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം ലൈബ്രറി ഓഫ് കോൺഗ്രസ്, വാഷിംഗ്ടൺ DC, അമേരിക്ക. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരം. അഗ്നിച്ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം ബാലാമണിയമ്മ.
ഇംഗ്ലീഷ് സാഹിത്യത്തിലെ നാടകവേദിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വില്യം ഷേക്സ്പിയർ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഔദ്യോഗിക മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥാലോകം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വർത്തമാന പുസ്തകം. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന ചരിത്ര നോവലിസ്റ്റ് ആരാണ്? ഉത്തരം CV രാമൻപിള്ള. കുമാരനാശാന്റെ ഏത് പ്രശസ്തമായ കൃതിയിലാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന വിപ്ലവകരമായ വരികളുള്ളത്? ഉത്തരം ദുരവസ്ഥ. ഹാരി പോട്ടർ എന്ന വിഖ്യാത പുസ്തക പരമ്പരയുടെ രചയിതാവ് ആരാണ്? ഉത്തരം JK റൗളിംഗ്. കുട്ടികളുടെ പ്രിയപ്പെട്ട അമർ ചിത്രകഥ എന്ന കോമിക്സ് പരമ്പരയ്ക്ക് തുടക്കം കുറിച്ച മലയാളി ആരാണ്? ഉത്തരം അനന്ത് പൈ. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏതാണ്? ഉത്തരം ചെമ്മീൻ.